കാനഡയുടെ എക്സ്പ്രസ് എൻട്രി സംവിധാനത്തിൽ പുതിയൊരു മാറ്റത്തിന്റെ കാറ്റ് വീശുകയാണ്. ഈ വർഷത്തെ ഏറ്റവും വലിയ ഡ്രോകളിൽ ഒന്ന് ഇപ്പോൾ നടന്നിരിക്കുന്നു. ഫ്രഞ്ച് ഭാഷാ പ്രാവീണ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്കായി 4000 ഇൻവിറ്റേഷനുകളാണ് കാനഡ സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ബിസിനസ് സ്റ്റാൻഡേർഡിൽ ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഈ വാർത്തയുടെ വിശദാംശങ്ങളും എന്തുകൊണ്ടാണ് ഫ്രഞ്ച് ഭാഷ പഠിക്കുന്നത് നിങ്ങളുടെ കനേഡിയൻ സ്വപ്നത്തിലേക്കുള്ള എളുപ്പവഴിയായി മാറുന്നതും നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ പരിശോധിക്കാം. 2026 ഏപ്രിൽ 29 നടന്ന എക്സ്പ്രസ് എൻട്രി ഡ്രോയിൽ ഫ്രഞ്ച് ഭാഷ പ്രാവീണ്യമുള്ള 4000 പേർക്കാണ് കാനഡ പെർമനന്റ് റെസിഡൻസ് അപേക്ഷിക്കാനുള്ള ഇൻവിറ്റേഷൻ ടു അപ്ലൈ ലഭിച്ചത്. ഈ ഡ്രോയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ കുറഞ്ഞ കോംപ്രഹെൻസീവ് റാങ്കിംഗ് സിസ്റ്റം സ്കോറാണ്. വെറും 400 പോയിന്റ് ഉള്ളവർക്ക് പോലും ഇത്തവണ നറുക്ക് വീണിരിക്കുകയാണ്. ഈ വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഫ്രഞ്ച് ഭാഷാ വിഭാഗത്തിൽ നടക്കുന്ന 5ാമത്തെ ഡ്രോയാണിത്. ഇതിനോടകം തന്നെ 10,000 ആളുകളാണ് ഈ ഒരു കാറ്റഗറിയിലൂടെ കാനഡയിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്. സാധാരണയായി കാനഡ എക്സ്പ്രസ് എൻട്രിയിലെ ജനറൽ സ്കോറുകളിൽ CRS സ്കോർ 500-ന് മുകളിലായിരിക്കും. പലപ്പോഴും 510, 520 പോയിന്റുകൾ ഉള്ളവർക്ക് പോലും അവസരം ലഭിക്കാത്ത സാഹചര്യമുണ്ട്. എന്നാൽ ഫ്രഞ്ച് ഭാഷ അറിയാവുന്നവർക്ക് വെറും 400 പോയിന്റിൽ PR ലഭിക്കുന്നു എന്നത് ഒരു വലിയ ആശ്വാസമാണ്. പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം CRS സ്കോർ 750-800 റേഞ്ചിലാണ് വരുന്നത്. കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് ഇതിന് 500-ന് മുകളിൽ സ്കോർ ആവശ്യമാണ്. ഫ്രഞ്ച് പ്രൊഫഷൻസി വെറും 390 മുതൽ 410 വരെയുള്ള സ്കോറുകളിൽ സെലക്ഷൻ നടക്കുന്നുണ്ട്. അതായത് പ്രായം കൂടിയവർക്കോ അല്ലെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയോ ഇല്ലാത്തവർക്കു പോലും ഫ്രഞ്ച് ഭാഷ എന്ന കടമ്പ കടന്നാൽ കാനഡയിൽ എത്താൻ സാധിക്കും. കാനഡ എക്സ്പ്രസ് എൻട്രിയിൽ ഫ്രഞ്ച് ഭാഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങളൊരു ഇംഗ്ലീഷ് പ്രാവീണ്യമുള്ള വ്യക്തിയാണെങ്കിൽ പോലും ഫ്രഞ്ച് കൂടി പഠിക്കുന്നത് നിങ്ങളുടെ സ്കോർ കുതിച്ചുയരാൻ സഹായിക്കും. അതുപോലെ ഫ്രഞ്ച് ഭാഷയിൽ NCLC 7 സ്കോർ നേടുന്നവർക്ക് 50 പോയിന്റ് വരെ അധികമായി ലഭിക്കാം. ഇംഗ്ലീഷ് ഭാഷയിൽ സ്കോർ കുറവാണെങ്കിൽ പോലും ഇത് നിങ്ങളെ സഹായിക്കും. 2023 മുതൽ കാനഡ കാറ്റഗറി ബേസ്ഡ് സെലക്ഷനും ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും മുൻഗണന നൽകുന്ന വിഭാഗങ്ങളിലൊന്നാണ് ഫ്രഞ്ച് ലാംഗ്വേജ് പ്രൊഫഷൻസി. കാനഡയിൽ സ്ഥിരതാമസമാക്കുമ്പോൾ ഫ്രഞ്ച് ഭാഷ അറിയാത്തത് കുടിയേറ്റ പ്രക്രിയയിൽ മാത്രമല്ല നിങ്ങളുടെ തൊഴിൽ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. കാനഡയിലെ സർക്കാർ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, കസ്റ്റമർ സർവീസ്, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ ഫ്രഞ്ച്, ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യമുള്ളവർക്ക് മുൻഗണനയും ഉയർന്ന ശമ്പളവും ലഭിക്കാറുണ്ട്. ഒന്റാറിയോ, ന്യൂ ബ്രൻസ്വിക് തുടങ്ങിയ പ്രവിശ്യകളിൽ ഫ്രഞ്ച് സംസാരിക്കുന്നവർക്കായി പ്രത്യേക കുടിയേറ്റ പദ്ധതികളുമുണ്ട്. കാനഡയുടെ സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ഫ്രഞ്ച്. ഇത് നിങ്ങളുടെ അവിടുത്തെ ജീവിതം കൂടുതൽ സുഗമമാക്കാൻ സഹായിക്കും. നിങ്ങൾ ഫ്രഞ്ച് ഭാഷാ വിഭാഗത്തിലൂടെ കാനഡയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. TF കാനഡ അല്ലെങ്കിൽ TCF കാനഡ എന്നീ പരീക്ഷകളാണ് എഴുതേണ്ടത്. ഇതിൽ എല്ലാ വിഭാഗങ്ങളിലും, അതായത് സ്പീക്കിംഗ്, ലിസണിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് മികച്ച സ്കോർ നേടണം. അതുപോലെ കുറഞ്ഞത് NCLC 7 എങ്കിലും സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് മിക്കവാറും ഫ്രഞ്ച് ഡ്രോകളിലെ യോഗ്യതാ മാനദണ്ഡം. നിങ്ങളുടെ കയ്യിൽ നിലവിലൊരു എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ഉണ്ടെങ്കിൽ പുതിയ ഭാഷാ ഫലങ്ങൾ ലഭിച്ചാൽ ഉടൻ അത് അപ്ഡേറ്റ് ചെയ്യണം. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽ അസസ്മെന്റും ഭാഷാ പരീക്ഷാ ഫലങ്ങളും കാലാവധി കഴിഞ്ഞവയല്ലെന്ന് ഉറപ്പുവരുത്തണം. കനേഡിയൻ ഗവൺമെന്റിന്റെ 2026 കുടിയേറ്റ ലക്ഷ്യങ്ങൾ പ്രകാരം ഫ്രഞ്ച് സംസാരിക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നത് അവരുടെ പ്രധാന ലക്ഷ്യമാണ്. ക്യുബെക്കിന് പുറത്തുള്ള ഫ്രഞ്ച് കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അവർ പ്രത്യേക ക്വാട്ട തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. അടുത്ത മാസങ്ങളിലും ഇത്തരം വലിയ രീതിയിലുള്ള ഫ്രഞ്ച് ഡ്രോകൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനാൽ ഇപ്പോൾ ഫ്രഞ്ച് പഠിക്കാൻ തുടങ്ങുന്ന ഒരാൾക്ക് അടുത്ത 1 വർഷത്തിനുള്ളിൽ ITA ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചുരുക്കത്തിൽ കാനഡയിലേക്കുള്ള വഴി ഇപ്പോൾ ഫ്രഞ്ച് ഭാഷയിലൂടെയാണ് തുറന്നിരിക്കുന്നത്. 400 പോയിന്റ് എന്ന കുറഞ്ഞ സ്കോറിൽ 4000 പേരെ വിളിച്ചത് കുടിയേറ്റത്തിനായി ആഗ്രഹമുള്ളവർക്ക് വലിയൊരു ഉത്തേജനമാണ്. ഇംഗ്ലീഷ് പരീക്ഷകളിൽ സ്കോർ ഉയർത്താൻ ബുദ്ധിമുട്ടുന്നവർക്കും ITA ലഭിക്കാത്തവർക്കും ഫ്രഞ്ച് പഠിക്കുന്നത് ഒരു മുതൽക്കൂട്ടാകും.